ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടലിൽ ഉണ്ടായ വെടിവെപ്പ് കേസിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. ആക്രമണത്തിന് തൊട്ടുമുൻപ് പ്രതി അലൻ തന്റെ കുടുംബങ്ങൾക്ക് അയച്ച മാനിഫെസ്റ്റോയിലാണ് കാലിഫോർണിയയിലെ ടൊറൻസിൽ നിന്നുള്ള 31 വയസ്സുകാരനായ സിവിൽ എഞ്ചിനീയറാണ് പിടിയിലായ കോൾ തോമസ് അലൻ. ട്രംപ് ഭരണകൂടത്തിലെ മിക്ക ഉദ്യോഗസ്ഥരെയും വധിക്കാൻ ഇയാൾ ലക്ഷ്യമിട്ടിരുന്നെങ്കിലും FBI ഡയറക്ടർ കാഷ് പട്ടേലിനെ മാത്രം തന്റെ കൊലപ്പട്ടികയിൽ നിന്ന് ബോധപൂർവം ഒഴിവാക്കി എന്നതാണ് ശ്രദ്ധേയം. വെടിയുതിർക്കുന്നതിന് ഏകദേശം 10 മിനിറ്റ് മുമ്പാണ് അലൻ തന്റെ മാനിഫെസ്റ്റോ പുറത്തുവിട്ടത്. ഭരണകൂട ഉദ്യോഗസ്ഥർ അവരാണ് എന്റെ ലക്ഷ്യങ്ങൾ. ഏറ്റവും ഉയർന്ന റാങ്കിലുള്ളവർ മുതൽ താഴെ തട്ടിലുള്ളവർക്ക് വരെ ഞാൻ മുൻഗണന നൽകുന്നു എന്ന് ഇയാൾ കുറിപ്പിൽ വ്യക്തമാക്കുന്നു. എന്നാൽ ഈ പട്ടികയിൽ കാഷ് പട്ടേലിന്റെ പേര് മാത്രം ഉണ്ടായിരുന്നില്ല. ട്രംപിന്റെ വിശ്വസ്തനായ കാഷ് പട്ടേലിനെ എന്തുകൊണ്ട് ഒഴിവാക്കി എന്നതിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. ഭരണകൂടത്തിന്റെ നയങ്ങളോടുള്ള കടുത്ത വിയോജിപ്പും അടിച്ചമർത്തലുകൾക്കെതിരായ പോരാട്ടം എന്ന നിലയിലുമാണ് താൻ ഈ ആക്രമണം നടത്തുന്നതെന്ന് അലൻ ന്യായീകരിക്കുന്നു. വാഷിംഗ്ടൺ ഹിൽട്ടണിലെ അതീവ സുരക്ഷാ വലയങ്ങൾ ഭേദിച്ച് അകത്തു കടന്ന അലന്റെ പക്കൽ 2 കൈത്തോക്കുകളും ഒരു ഷോട്ട് ഗണ്ണും ഉൾപ്പെടെയുള്ള ഭീകരമായ ആയുധ ശേഖരണം ഉണ്ടായിരുന്നു. വെടിയുണ്ടകൾ തിരഞ്ഞെടുക്കുന്നതിൽ പോലും ഇയാൾ പ്രത്യേക ശ്രദ്ധ പുലർത്തിയിരുന്നു. സാധാരണയായി ഉപയോഗിക്കുന്ന സ്ലഗുകൾക്ക് പകരം ഭിത്തികൾ തുളച്ചു കയറുന്നത് ഒഴിവാക്കാനും ലക്ഷ്യസ്ഥാനത്തിന് പുറത്തുള്ളവർക്ക് ഏൽക്കുന്ന ആഘാതം കുറയ്ക്കാനുമായി താൻ ബക്ക്ഷോട്ടുകളാണ് ഉപയോഗിക്കുന്നതെന്ന് ഇയാൾ തന്റെ മാനിഫെസ്റ്റോയിൽ വിശദീകരിച്ചു. തന്റെ ലക്ഷ്യങ്ങൾ ഭരണകൂട ഉദ്യോഗസ്ഥരാണെന്ന് വ്യക്തമാക്കിയ അലൻ ട്രംപിന്റെ പ്രസംഗം കേൾക്കാൻ എത്തിയവരെല്ലാം രാജ്യദ്രോഹികളായ കുറ്റവാളികളുടെ കൂട്ടാളികളാണെന്നാണ് വിശേഷിപ്പിച്ചത്. കാലിഫോർണിയയിലെ ടൊറൻസിൽ നിന്നുള്ള 31 വയസ്സുകാരനായ കോൾ തോമസ് അലൻ എന്ന സിവിൽ എഞ്ചിനീയറുടെ ജീവിത പശ്ചാത്തലം അന്വേഷണ ഏജൻസികളെ ശരിക്കും അമ്പരപ്പിക്കുന്നുണ്ട്. ക്രിമിനൽ റെക്കോർഡുകളോ അക്രമാസക്തമായ മുൻകാല ചരിത്രമോ ഇല്ലാത്ത ഒരു സാധാരണ പ്രൊഫഷണൽ എങ്ങനെ ഇത്രയും വലിയൊരു ചാവേർ ആക്രമണത്തിന് തുല്യമായ പദ്ധതിയെ ഒരുക്കി എന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുന്നു. എന്നാൽ ഇയാൾ പുറത്തുവിട്ട മാനിഫെസ്റ്റോയിൽ തന്റെ തീവ്രമായ നിലപാടുകളെക്കുറിച്ചും കൃത്യം ചെയ്യാനുണ്ടായ പ്രേരണയെക്കുറിച്ചും വ്യക്തമായ സൂചനകൾ നൽകുന്നുണ്ട്. താൻ ഒരിക്കലും വ്യക്തിപരമായ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾക്കോ വിവേചനങ്ങൾക്കോ ഇരയായിട്ടില്ലെന്ന് അലൻ സമ്മതിക്കുന്നു. എന്നിരുന്നാലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭരണകൂടങ്ങൾ നടത്തുന്ന അടിച്ചമർത്തലുകളെ തന്റേതുകൂടെ പ്രശ്നമായി കാണുന്ന ഒരു വിചിത്രമായ മനഃശാസ്ത്രമാണ് ഇയാൾ പ്രകടിപ്പിക്കുന്നത്. മറ്റൊരാൾ അടിച്ചമർത്തപ്പെടുമ്പോൾ നിശബ്ദനായിരിക്കുന്നത് ആ കുറ്റകൃത്യത്തിൽ പങ്കാളിയാകുന്നതിന് തുല്യമാണെന്ന് ഇയാൾ വിശ്വസിച്ചു. ലോകത്തെ വിവിധ കോണുകളിൽ പട്ടിണി കിടക്കുന്ന കുട്ടികളും വിചാരണ കൂടാതെ വധിക്കപ്പെടുന്നവരും അനുഭവിക്കുന്ന വേദനയ്ക്ക് ഈ ഭരണകൂടം ഉത്തരവാദികളാണെന്നും അത്തരമൊരു അവസ്ഥയിൽ നിശബ്ദരായിരിക്കാൻ തനിക്ക് കഴിയില്ലെന്നുമാണ് ഇയാൾ വാദിക്കുന്നത്. തന്റെ ഈ നിലപാടുകളെ നീതീകരിക്കാനായി ക്രൈസ്തവ മൂല്യങ്ങളെയും ബൈബിൾ വചനങ്ങളെയും ഇയാൾ കൂട്ടുപിടിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നത് തന്റെ ആത്മീയ കടമയാണെന്ന് വിശ്വസിച്ച അലൻ അക്രമത്തിലൂടെയുള്ള മാറ്റമാണ് ഏകം പോംവഴി എന്ന് സ്വയം വിശ്വസിപ്പിച്ചു. ക്രൈസ്തവ ബോധത്തെ അടിച്ചമർത്തപ്പെടുന്നവർക്കെതിരായ ഒരു ആയുധമായി മാറ്റാൻ ശ്രമിച്ച ഇയാൾ തന്റെ കൊലപാതക പദ്ധതിയെ ഒരു വിശുദ്ധ യുദ്ധം എന്ന നിലയിലാണ് കാണുന്നത്. വാഷിംഗ്ടൺ ഹിൽട്ടണിലെ അതീവ സുരക്ഷാ ചെക്ക് പോയിന്റിലൂടെ വെടിയുതിർത്ത് മുന്നേറാൻ ശ്രമിച്ച കോൾ തോമസ് അലനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അതിസാഹസികമായാണ് കീഴടക്കിയത്. നിലവിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും നിയമവിരുദ്ധമായി ആയുധം കൈവശം വെച്ചതിനും ഉൾപ്പെടെയുള്ള കടുത്ത ഫെഡറൽ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇയാളെ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ആക്രമണത്തിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനകൾ ഉണ്ടോ എന്നും വിദേശ ശക്തികളുടെ ഇടപെടലോ പ്രേരണയോ ഈ നീക്കത്തിന് പിന്നിലുണ്ടോ എന്നും FBI ഉൾപ്പെടെയുള്ള ഉന്നത ഏജൻസികൾ ഗൗരവമായി പരിശോധിച്ചു വരികയാണ്. അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ അതീവ ഗൗരവകരമായ ഒരു സുരക്ഷാ ലംഘനമാണ് വാഷിംഗ്ടൺ ഹിൽട്ടണിൽ അരങ്ങേറിയത്. ഒരു സാധാരണ സിവിൽ എഞ്ചിനീയറായ കോൾ തോമസ് അലൻ എങ്ങനെ ഇത്രയും കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയ ഒരു അക്രമിയിലേക്ക് പരിണമിച്ചു എന്നത് ജനാധിപത്യ സമൂഹത്തെയും സുരക്ഷാ ഏജൻസികളെയും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഭരണകൂടത്തിന്റെ നയങ്ങളോടുള്ള വിയോജിപ്പ് വ്യക്തിപരമായ പകയായും പിന്നീട് സായുധ ആക്രമണമായും മാറിയത് വഴിപിഴച്ച തീവ്ര ചിന്താഗതികളുടെ ഭീകരത വെളിവാക്കുന്നു. കാഷ് പട്ടേലിനെ മാത്രം ഒഴിവാക്കിയുള്ള ഇയാളുടെ കൊലപ്പട്ടിക ആക്രമണത്തിന് പിന്നിലെ രാഷ്ട്രീയ താല്പര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ദുരൂഹതകൾ ഉയർത്തുന്നുണ്ട്. നിലവിൽ ഫെഡറൽ കുറ്റങ്ങൾ ചുമത്തി ഇയാളെ നിയമത്തിന് മുന്നിൽ എത്തിക്കുമ്പോഴും ഇത്തരം ഒറ്റപ്പെട്ട ആക്രമണകാരികൾ ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ കോടതിയിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങളിലൂടെയും അന്വേഷണത്തിലൂടെയും ഈ ആക്രമണത്തിന്റെ യഥാർത്ഥ കാരണങ്ങളും ഇതിനു പിന്നിൽ ഗൂഢാലോചനകൾ ഉണ്ടോ എന്നതും കൂടുതൽ വ്യക്തമാകും.